മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. കെ സുധാകരനെ കണ്ണൂർ നടാലിലെ വീട്ടിലെത്തി കണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥി ടി.ഒ. മോഹനൻ ഷാൾ അണിയിച്ചാണ് സുധാകരൻ മോഹനെ സ്വീകരിച്ചത്. വരും ദിവസങ്ങളിൽ കണ്ണൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമാകാനാണ് കെ സുധാകരന്റെ തീരുമാനം. തന്റെ വാക്ക് താൻ പാലിച്ചെന്ന് കെ സുധാകരൻ പറഞ്ഞു. കെ സുധാകരന്റെ പൂർണ്ണ പിന്തുണ തനിക്കുണ്ടെന്ന് ടി.ഒ. മോഹനും സന്ദർശനത്തിന് ശേഷം പറഞ്ഞു. ഇവിടെ 10 വർഷം കൊണ്ട് തന്നെ അതിനേക്കാൾ വലിയ മോശം അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഏതായാലും അത് മാറ്റിയെടുക്കുക. കണ്ണൂർ അസംബ്ലി മണ്ഡലത്തിൽ 2 തവണയായി UDF പരാജയപ്പെടുന്നു. ആ UDFനെ തിരിച്ചു കൊണ്ടുവരിക ആ ഒരു വലിയ ദൗത്യമാണ്. ആ ദൗത്യം എല്ലാവരും കൂട്ടായി ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിലാണ്. അദ്ദേഹത്തിൻ്റെ സ്നേഹപൂർണ്ണമായ ആശ്ലേഷവും അതുപോലെ തന്നെ അനുഗ്രഹവും ഒക്കെ ഈ സമയത്ത് ലഭിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി നിഖിൽ അളവൂർ അവിടെ നിന്ന് ചേരുന്നു. നിഖിൽ, ഇതിപ്പോൾ കണ്ടത് കണ്ണൂരിലെ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് UDFനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആവശ്യമുണ്ടായ ഒരു കാര്യവുമാണ്. കാരണം വലിയ കലാപക്കൊടി ഉയർത്തിയിട്ടാണ് കെ സുധാകരൻ ഈ 2-3 ദിവസങ്ങൾ കോൺഗ്രസിനെ കൊണ്ടുപോയത്. അദ്ദേഹത്തിന് സീറ്റ് കിട്ടിയില്ലെങ്കിൽ അദ്ദേഹം വിമത സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാനിടയുണ്ട്, മറ്റൊരു പാർട്ടി ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്, പല മണ്ഡലങ്ങളിലുമായിട്ട് അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ഒരുപാട് സംഭ്രമജനകമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അദ്ദേഹം ആ നിലപാടുകളെല്ലാം സ്വീകരിച്ചിരുന്നു എന്ന കാര്യവും വസ്തുതാപരമാണ്. പക്ഷേ ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് അദ്ദേഹം ഇന്നലെ അവിടെ നിന്ന് വിമാനം കയറി ഇന്ന് രാവിലെ കണ്ണൂർ നടാലിലെ വീട്ടിലേക്കെത്തി. ഇന്ന് അദ്ദേഹം ടി.ഒ. മോഹനൻ്റെ സ്ഥാനാർത്ഥിത്വത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥി എന്ന് പറയാവുന്ന ആളുകളെ പോലുമല്ല അവിടെ നിർത്തിയിരിക്കുന്നത് എന്ന സാഹചര്യം കൂടെയുണ്ട്. പക്ഷേ ആ കാര്യം പരിഹരിക്കാനുള്ള ആദ്യ ശ്രമം എന്നതിൻ്റെ ഭാഗമായിട്ട് ടി.ഒ. മോഹൻ അവിടേക്ക് ചെന്നിരിക്കുന്നു, കണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹാശിസ്സുകൾ ലഭിച്ചെന്ന് അദ്ദേഹം ടി.ഒ. മോഹനൻ പറയുകയും ചെയ്യുന്നു. എത്ര ഊഷ്മളമായിരുന്നു കെ സുധാകരൻ്റെ സ്വീകരണം? സുധാകരൻ എന്തായിരിക്കും വരും ദിവസങ്ങളിൽ ചെയ്യുക? സനീഷ്, തീർച്ചയായും ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കെ സുധാകരൻ ഈ ടി.ഒ. മോഹൻ അദ്ദേഹത്തെ കാണാൻ എത്തിയ സമയത്ത് നടത്തിയ ഒരു പ്രയോഗമാണ്. ഞാൻ എൻ്റെ വാക്ക് പാലിച്ചിരിക്കുന്നു എന്നാണ് കെ സുധാകരൻ പറഞ്ഞത്. ഒരുപക്ഷെ നമുക്ക് ആദ്യം അതിലൊരു സംശയം ഉണ്ടായിരുന്നത് എന്താണ് ഈ വാക്ക് എന്നുള്ളതാണ്. ഏതായാലും അതിൽ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്നലെ ഡൽഹിയിൽ നിന്ന് വിമാനം കയറുന്നതിന് മുൻപ് ഹൈക്കമാൻഡിന് ഒരുപക്ഷെ കെ സുധാകരൻ കൊടുത്തിരിക്കാനിടയുള്ള ഒരു ഉറപ്പ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് UDFിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമായി ഉണ്ടാകും. പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ, മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി ഏറ്റവും സജീവമായി തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് താൻ ഉണ്ടാകുമെന്നൊരു ഉറപ്പ് നൽകിയായിരിക്കണം കെ സുധാകരൻ അവിടെ നിന്ന് മടങ്ങിയിട്ടുണ്ടാവുക. ആ വാക്ക് താൻ പാലിക്കുന്നു. അതായത് ടി.ഒ. മോഹനൻ തന്നെ കാണാനെത്തുന്നു. കണ്ണൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് കെ സുധാകരൻ എത്തുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ആദ്യ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടി ഇരിക്കൂറിലാണ് മറ്റന്നാൾ നടക്കുക. അഡ്വക്കേറ്റ് സജീവ് ജോസഫിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിലാണ് അദ്ദേഹം പങ്കെടുക്കുക. അങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഈ 3-4 ദിവസമായി നിലനിൽക്കുന്ന അനിശ്ചിതത്വം ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് അതെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് കെ സുധാകരൻ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് സജീവമായ പ്രചാരണത്തിന് ഇറങ്ങുന്നു എന്നുള്ളത് തന്നെയാണ്. ഒരുപക്ഷെ ആ വാക്ക് ഹൈക്കമാൻഡിന് കൊടുത്ത ആ വാക്ക് പാലിക്കുന്നു എന്നതാണ് കെ സുധാകരൻ പറഞ്ഞത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ടി.ഒ. മോഹനും വലിയ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് അല്പസമയം മുൻപ് നമ്മളോട് പ്രതികരിച്ച് ഇവിടെ നിന്ന് മടങ്ങിയിരിക്കുന്നത്. സനീഷ് നേരത്തെ പറഞ്ഞതുപോലെ കെ സുധാകരൻ അല്ലെങ്കിൽ അദ്ദേഹം നോമിനേറ്റ് ചെയ്യുന്ന ആളുകൾ എന്നതായിരുന്നു ആദ്യത്തെ ചില സൂചനകൾ. അങ്ങനെയാണെങ്കിൽ ആ നോമിനേറ്റ് ചെയ്യപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ ടി.ഒ. മോഹൻ ഉണ്ടായിരുന്നില്ല എന്നതാണ് വസ്തുത. പക്ഷേ ടി.ഒ. മോഹൻ ഇവിടെ സ്ഥാനാർത്ഥിയായി എത്തുമ്പോൾ കെ സുധാകരൻ്റെ നോമിനി അല്ലാത്ത ഒരാൾ, അങ്ങനെ ഒരു പ്രതീതി ഇല്ലാത്ത വിധത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഒരു സന്ദർശനത്തിലൂടെ ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ടി.ഒ. മോഹൻ അത് പറയുകയും ചെയ്യുന്നു. ഞാൻ അങ്ങനെ കെ സുധാകരനിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരാളല്ല. കെ സുധാകരനിൽ നിന്ന് എല്ലാ കാലത്തും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിച്ച് പ്രവർത്തിക്കുന്നയാളാണ്. ഇനി അങ്ങോട്ടും അത് അങ്ങനെ തന്നെ ആവുമെന്ന് കൂടി ടി.ഒ. മോഹൻ പറയുകയും ചെയ്യുന്നു. ഏതായാലും ഈ ഒരു ഊഷ്മളമായ കൂടിക്കാഴ്ച ഇതുവരെ ഉണ്ടായിരുന്ന കാര്യം കൂടി ചോദിക്കട്ടെ. ഇരിക്കൂറിൽ സജീവ് ജോസഫിന്റെ സ്ഥാനാർത്ഥി പരിപാടിക്ക് അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്, പ്രചാരണ പരിപാടിയിൽ. പേരാവൂരിൽ അദ്ദേഹത്തിന് പരിപാടിയുണ്ടോ? സനീഷ്, ഏതായാലും കെ സുധാകരൻ ഇന്ന് പുലർച്ചെ 3:30 കണ്ണൂരിലെ ഈ നടാലിലെ വീട്ടിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ യാത്രയുടെയും ഒപ്പം തന്നെ ചില ആരോഗ്യ പ്രശ്നങ്ങളുമുണ്ട്. അതുകൊണ്ട് നാളെയോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ പരിപാടികൾ പൂർണ്ണമായും ഷെഡ്യൂൾ ചെയ്യുക. ഏതായാലും ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് ഇരിക്കൂറിൽ സജീവ് ജോസഫിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ഒപ്പം തന്നെ ടി.ഒ. മോഹനൻ്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നാളെ തന്നെ കണ്ണൂരിൽ നടക്കുമെന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതിലും കെ സുധാകരൻ പങ്കെടുക്കും. ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലും കെ സുധാകരൻ പങ്കെടുക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ നടക്കുമെന്ന് തന്നെയാണ്. നന്ദി നിഖിൽ. വിവരങ്ങൾക്ക് പേരാവൂരിലും സണ്ണി ജോസഫിന് വേണ്ടിയിട്ടും കെ സുധാകരൻ പ്രചാരണത്തിനിറങ്ങും എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്.